ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വീടൊക്കെ വെക്കുന്നവർക്ക് ഇതുവഴി നമുക്ക് അപേക്ഷ കൊടുക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഡീറ്റെയിൽസൊക്കെ നോക്കാനും സാധിക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നമുക്ക് അതേ മെത്തേഡ് ഉപയോഗിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനകത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. നേരത്തെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൽ കുറച്ച് എററാണ്. ചിലപ്പം ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. നമുക്ക് പിന്നെ ചില സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ ഈ 2024 ജനുവരി 1 മുതൽ എല്ലാം ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. അതാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം വഴി ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തൊക്കെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു അക്കൗണ്ട് എടുക്കണം. അക്കൗണ്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാനും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് ആണ് എടുക്കുന്നത്. ആ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് മൊബൈൽ നമ്പർ കൊടുത്ത് OTP വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്രൂവ് കൊടുക്കണം. അതായത് നമുക്ക് വോട്ടർ ID കാർഡ്, പാൻ കാർഡ് അങ്ങനെയുള്ള കൊടുക്കണം. അപ്പം ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക് അത് KYC കംപ്ലീറ്റ് ആയി നമുക്കിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിത് ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇതാണ് കെ സ്മാർട്ടിൻ്റെ ആപ്പ്. ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ച് സെൻഡ് OTP കൊടുത്താൽ OTP വെരിഫൈ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇപ്പം ആദ്യമായിട്ട് ചിലപ്പോൾ വരുന്നവർക്ക് അക്കൗണ്ട് കാണില്ല. അപ്പോൾ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ 2 മെത്തേഡുണ്ട്. ഒന്ന്, ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ അതിലേക്കൊരു OTP വരും. ആധാർ ലിങ്ക്ഡ് മൊബൈലിലേക്ക് ഒരു OTP വരും. അത് വെരിഫിക്കേഷൻ ചെയ്യുക. തൊട്ട് പുറകെ തന്നെ മൊബൈൽ നമ്പർ ഒന്നുകൂടെ അടിക്കാനുള്ള ഓപ്ഷൻ വരും. അതും അടിച്ചിട്ട് ഗെറ്റ് OTP കൊടുത്ത് വീണ്ടും ഒരു OTP അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് എടുക്കാം. ഞാനിവിടെ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് എടുക്കുന്നത് കാണിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രൈ അനദർ വേ ഉണ്ട്. ഇവിടെ ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ്. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നുള്ള സ്ഥലം കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ വോട്ടർ ID ആണ്, വോട്ടർ ID കാർഡ് നമ്പർ, അപ്ലോഡ് ഡോക്യുമെൻറ്റ്, ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈ ചെയ്ത് നമ്മുടെ പേര് പഠിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം. ഏറ്റവും നല്ല മെത്തേഡ് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മെത്തേഡാണ്. നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുന്നു, നമ്മുടെ വെരിഫൈ ചെയ്യുന്നു, തൊട്ട് പുറകെ തന്നെ മൊബൈൽ നമ്പർ ചോദിക്കുക, മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മൾ പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആധാർ കൊടുക്കുകയാണെങ്കിൽ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ രജിസ്റ്റർ കൊടുത്ത ശേഷം ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക്ഡ് ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. അങ്ങനെ വെരിഫൈ ചെയ്താൽ ഓട്ടോമാറ്റിക് നമ്മുടെ പേര് താഴെ വരും. വീണ്ടും താഴെ രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിൽ പേര് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ഒന്നുകൂടെ കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക. ഒരു OTPയും കൂടെ വരും. ആ OTP ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, താഴെ രജിസ്റ്റർ കൊടുക്കുക. ഇത്രയും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് രജിസ്റ്റർ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഹോം പേജിലേക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആപ്ലിക്കേഷനകത്തിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. കെ സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഇവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ധാരാളം ഓപ്ഷൻസ് വേറെ ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഈ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ നോക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്മാർട്ട് സെർച്ച് ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ച് ഉണ്ട്. സ്മാർട്ട് സെർച്ച് വഴി നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അഡ്വാൻസ്ഡ് സെർച്ച് വഴിയും ഡൗൺലോഡ് ചെയ്യാം. സ്മാർട്ട് സെർച്ച് വഴി ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ജില്ല, ലോക്കൽ ബോഡി, പിന്നെ നെയിം ഓഫ് ദി ലോക്കൽ ബോഡി, പിന്നെ സെർച്ച് ബൈ കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു സ്മാർട്ട് സെർച്ച് വഴി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ജനിച്ച ആളുടെ ജില്ല, അതുപോലെ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ, അതുപോലെ ലോക്കൽ ബോഡി,
പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ കീ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ജില്ല ഫില്ല് ചെയ്യണം. ജില്ല എന്നുള്ള സെലക്ട് ചെയ്യണം. തൊട്ട് താഴെയായിട്ട് ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി ആണോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്താണോ സെലക്ട് ചെയ്യണം. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ താഴെ അടിച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ നമ്പറാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ താഴെ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പറാണ് എടുത്തത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ നമ്പരും ഇയറും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആരുടെ സർട്ടിഫിക്കറ്റാണ് സെർച്ച് ചെയ്തത് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. നമ്മളിവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരും. ഇവിടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് താഴെ കൊടുത്താൽ ഡൗൺലോഡ് ആവും. മീൻസ് ഷെയർ ചെയ്യണമെങ്കിൽ മുകളിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷനാണ് അഡ്വാൻസ്ഡ് സെർച്ച്. ഈ അഡ്വാൻസ്ഡ് സെർച്ച് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഇതിനകത്തിൽ ആപ്ലിക്കേഷൻ നമ്പരോ കീ നമ്പരോ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുന്നു, ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുന്നു, നെയിം ഓഫ് ദി ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുന്നു, മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു, നെയിം ഓഫ് ദി മദർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വർഷം സെലക്ട് ചെയ്യണം. വർഷം സെലക്ട് ചെയ്ത ശേഷം വേണം ഇവിടുന്ന് നമ്മുടെ മാസം സെലക്ട് ചെയ്യാൻ. പിന്നെ വേണം ഡേറ്റ് സെലക്ട് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് മാറി പോകുന്നുണ്ട്. ഇതിന് ഈ ആപ്ലിക്കേഷൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയത്തില്ല. മാറി പോകുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ അമ്മയുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 4 ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ 2 പേരായിട്ടാണ് അമ്മയുടെ പേരെങ്കിൽ ഇപ്പം മേരിക്കുട്ടി വർഗീസ് എന്നാണ് മേരിക്കുട്ടിന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അന്നമ്മ ജോൺ ആണെങ്കിൽ അന്നമ്മ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ശ്രീലക്ഷ്മി എസ് എന്നാണെങ്കിൽ ശ്രീലക്ഷ്മി എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ SREEL അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആ രീതി ടൈപ്പ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്ന ആളുടെ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ മതിയാവും. 2 പേരായിട്ടാണെങ്കിൽ ആദ്യത്തെ പേര് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഫുൾ നെയിം ടൈപ്പ് ചെയ്യണമെന്നില്ല. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഇനിഷ്യലും ടൈപ്പ് ചെയ്യണമെന്നില്ല. ചിലപ്പം ഇനിഷ്യലൊക്കെ ടൈപ്പ് ചെയ്താൽ അതിനകത്തിൽ കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പം സ്പേസ് ഉണ്ടോ, എത്ര സ്പേസ് ഇട്ടാണ് അവിടെ സേവ് ആക്കണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു 4 ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതിയാവും. ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ജില്ല സെലക്ട് ചെയ്തു, ലോക്കൽ ബോഡി സെലക്ട് ചെയ്തു, തൊട്ട് താഴെയായിട്ട് ലോക്കൽ ബോഡി. ഓക്കെ, ഇവിടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്തു, ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്തു, മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്തു, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര അടിച്ചിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ സെർച്ച് ചെയ്ത ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും നമ്പരും കാര്യങ്ങളൊക്കെ ഇവിടെ വരും, പേരും ഒക്കെ. നമ്മളിവിടുന്ന് ടിക്ക് മാർക്ക് ഇവിടെ കൊടുക്കണം. വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് 2 രീതിയിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.